day, late at night, not okay. All I want, and I pray, all I need are some better days. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. ഹായ്, വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള ഒരു ദിവസമാണ് കേട്ടോ. നമ്മൾ നോർമലി 2 വീക്സ് കൂടുമ്പോഴൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്യാറ്. 2 വീക്സിനുള്ള എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഷാർജയിൽ സഫാരി മാളിൽ നിന്നാണ് കേട്ടോ എപ്പോഴും ഷോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഷോപ്പ് ചെയ്യുമ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലിരുന്നപ്പോഴോ അല്ലെങ്കിൽ യുഎക്ക് വരുന്നതിന് മുന്നേ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മൾ ഈ ഒരു നോർമലി യൂസ് ചെയ്യുന്ന ഗ്രോസറി ഐറ്റംസിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരിക, ഇതൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൈസ് കമ്പാരിസൺ എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പ്രൈസൊക്കെ ഒരുവിധം അറിയാമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എപ്പോഴും ഈ ഒരു സെയിം പ്രൈസ് ആവണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ പ്രൊമോഷൻ പ്രൈസൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഓരോ ബ്രാൻഡിനനുസരിച്ച് പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. എന്നാലും ഒരു ജനറൽ ആയിട്ടുള്ളൊരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെയൊക്കെ പ്രൈസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഓരോ ഷോപ്പ് അനുസരിച്ചിട്ടും ബ്രാൻഡ് അനുസരിച്ചിട്ടും ഓരോ സ്ഥലങ്ങളനുസരിച്ചിട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ഏകദേശമൊക്കെ ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് വെജിറ്റബിൾസും ചിക്കൻ, എഗ്ഗ് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ മെയിനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത്. പിന്നെ ഫ്ലോർ ഐറ്റംസൊക്കെ കുറവാണ്. പിന്നെ ഈ ഒരു ബ്രെഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ. ഇതിന് ശരിക്കും പറയാം ഫ്രണ്ട് ബാഗ് എന്നാണ് കേട്ടോ. Living life, every day, late at night, not okay. All I want, and I pray, all I need. ഇത് നേന്ത്രപ്പഴമല്ല കേട്ടോ, നമ്മൾ റോബസ്റ്റിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ചറൊക്കെ ഉള്ള, പക്ഷേ തൊലി യെല്ലോ കളറായിട്ടുള്ളൊരു പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ ബില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ അരിയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. പിന്നെ ഈ ഒരു ബിരിയാണി മസാല ഷാൻ്റെ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിരിയാണി മസാലയാണ്. എനിക്കിഷ്ടമാണ് ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ് ആയിട്ടുണ്ട്. പക്ഷേ എന്നത്തെയും പോലെ ഞാൻ കുറച്ച് സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിലെത്തിയിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മൾ സഫാരിയിൽ നിന്ന് നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഷോപ്പിങ്ങിന് നൈറ്റാണ് കേട്ടോ വരാറ്. നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, ഒട്ടുമിക്ക പേരും നൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നു വരിക. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് കയറിയ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ തിരിച്ച് വരിക. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഈ ഒരു കഫ്തീരിയേക്കാണ് കേട്ടോ. കാന എന്നാണ് ഈ കഫ്തീരിയുടെ പേര്. ഇത് നമ്മളെ കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നൊരു കഫ്തീരിയാണ് കേട്ടോ. അവിടെ അത് മാത്രമേ ഉള്ളൂ. 3 ദിറംസിനും 5 ദിറംസിനും നമുക്ക് കിട്ടും. ഞാൻ 3 ദിറംസിനാണ് വാങ്ങിയത്. അതന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. നല്ല മധുരമാണ്, പറയണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു ഷവർമയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവററ്റ് ഷവർമയാണ്. ശരിക്കും ഇവിടെ അറബിക് ഷവർമയേക്കാളൊക്കെ ഉപരി നമ്മുടെ നാട്ടിലെ ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നതാണ് കേട്ടോ ഷവർമ. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫേവററ്റാണ്. ഇത് നമ്മൾ കുബൂസിലും വാങ്ങിയിട്ടുണ്ട്, പൊറോട്ടയിലും വാങ്ങിയിട്ടുണ്ട്. ഞാൻ പൊറോട്ടയിൽ നാട്ടിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിശപ്പ് മാറിയില്ല. നമ്മളൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും നമ്മളൊക്കെ ചീസും ഇതൊക്കെ വാങ്ങിയതല്ലേ, നൂഡിൽസൊക്കെ വാങ്ങിയതല്ലേ, അപ്പോൾ ഒരു ചീസി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്ത് അതിലേക്ക് സോയാ സോസും പിന്നെ പെരി പെരി സോസ് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അത് കുറച്ച് ഒഴിച്ചുള്ള നല്ല എരിവാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അധികം നേരമൊന്നും വെച്ചിട്ടില്ല കേട്ടോ.
പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് മൈദ കൂടെ ആഡ് ചെയ്യാം. നല്ലൊരു ക്രിസ്പി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് നമ്മളെ സാധാ മസാലേനെക്കാട്ടി ഇങ്ങനെ സോസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചിക്കന് ഒരു വെസ്റ്റേൺ ടച്ചൊക്കെ കിട്ടും. ഞാൻ നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇൻഡോമി പ്രിപ്പയർ ചെയ്യാനുള്ള വെള്ളമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.